ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗുവേ ചാനൽ. അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോ, ഫ്രണ്ട്സുമായിട്ട് റെക്കമെൻഡ് ചെയ്ത് ഷെയർ ചെയ്തോ, പിന്നെ ലൈക്ക് കമൻറ്റ് ഒന്നും മറക്കണ്ട, കൂടെ കൂടിക്കുക. അപ്പോൾ നമ്മൾ ദിലീപിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞതാണല്ലോ. ദിലീപ് ഏട്ടനെ വെറുതെ വിട്ടു, കോടതി ജാമ്യം കൊടുത്തു. അതിനുശേഷം എത്രയൊക്കെ ഹേറ്റ് കമൻസാണ്, എത്രയൊക്കെ അഭിപ്രായങ്ങളാണ്, എത്രയൊക്കെ വിരോധങ്ങളാണ്. കോടതിക്ക് തെളിവ് തന്നെയാണ് വേണ്ടത്. പലരും പറഞ്ഞത് പൈസ വാങ്ങിച്ച് കോടതിയെ വാങ്ങിയെന്ന്. ഈ 9 വർഷവും പൈസ കൊടുത്തിട്ടും കോടതിക്ക് സമാധാനമായില്ല. ഇപ്പോഴാണ് സമാധാനമായത്. ഇനി നീ തന്നതൊക്കെ മതിയടേ, ഇനി നീ വെറുതെ പൊയ്ക്കോ, ഞാൻ വിട്ടിരിക്കുന്നു, പോടെ ആ പൈസ മതിയെന്ന് പറഞ്ഞു. അതുവരെ ഇപ്പോഴാണ് കോടതിക്ക് ഒരു പൈസ കൊടുത്തൊരു സമാധാനമായതല്ലേ. പൈസ കൊടുക്കാനും ഒരു ലിമിറ്റേഷൻസ് ഒന്നുമില്ലേ? കൊടുത്തോണ്ടേയിരിക്കൂ. ആരെങ്കിലും കോടതിയിൽ ശിക്ഷ നടപ്പാക്കും, നീതി നടപ്പാക്കും, രണ്ടും നടക്കും. കോടതിയിൽ തെളിവ് തന്നെയാണ്. തെളിവില്ലെങ്കിൽ വെറുതെ വിടും, തെളിവുണ്ടെങ്കിൽ കുറ്റം നടപ്പാക്കും. ഇതിപ്പോൾ അവിടെയാണ് സംഭവിക്കുന്നത്. പലരും ഇപ്പം അതിജീവിതയ്ക്ക് ന്യായം കിട്ടിയില്ല, അതിജീവിതയ്ക്ക് ന്യായം കിട്ടി. ആ ശിക്ഷ അവർക്ക് നടപ്പാക്കി കൊടുത്തിട്ടുണ്ട്. അതായത് 6 പേർക്ക് ആ കേസിൽ തുടക്കം തൊട്ട് ആ പൾസർ സുനിയും അവരുമായിട്ടുള്ള ആദ്യ 6 പേർക്ക് ശിക്ഷ കൊടുത്തിട്ടുണ്ട്. അവരെ കുറ്റവിമുക്തനാക്കിയിട്ടില്ല, ജയിൽ മോചിതനാക്കിയിട്ടില്ല, അല്ലെങ്കിൽ വെറുതെ വിട്ടിട്ടില്ല. അപ്പോൾ അതിജീവിതയ്ക്ക് ന്യായം കിട്ടി. കാരണം ഇതുമാതിരി കാര്യം ചെയ്ത, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടന്ന അവർക്ക്, ആ തെറ്റ് ചെയ്തവർക്ക് അതിൻ്റെ ശിക്ഷ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറ്റം അതല്ല, ദിലീപിന് കിട്ടിയില്ല എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അതായത് ദിലീപിന് ശിക്ഷ കിട്ടിയില്ല. അപ്പോൾ ദിലീപിന് കുറ്റം കിട്ടിയില്ല, ദിലീപിന് ശിക്ഷ കിട്ടിയില്ല, ദിലീപിന് ജയില് കിട്ടിയില്ല, ദിലീപിന് തൂക്കുകയറി കിട്ടിയില്ല. ഇതാണ് പറയുന്നത്. ഇതുവരെയും ആ ഒരു, അതായത് അതിജീവിതയ്ക്കൊപ്പം കുറേ സ്റ്റാറ്റസ് സ്റ്റോറി, അതിജീവിതയ്ക്കൊപ്പം അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ്. അതിജീവിതയ്ക്കുള്ള ന്യായം കിട്ടിക്കഴിഞ്ഞല്ലോ. അതായത് ഇങ്ങനെ ഒരു കേസിലുള്ള ആദ്യ 6 പ്രതികളെയും കൂട്ടുപ്രതിയാക്കി അവർക്ക് ശിക്ഷയും ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ കോടതി അവരെ പ്രതികളാക്കിയിട്ടുണ്ട്. അവർക്ക് ശിക്ഷ എന്തായാലും കിട്ടുകയും ചെയ്യും. അപ്പോൾ അതല്ല പ്രശ്നം, ദിലീപിനെ പ്രതിയാക്കിയില്ല. അപ്പോൾ കൂട്ടി എന്തെങ്കിലും ഉറപ്പിച്ചു വെച്ചിരിക്കുന്നല്ലോ, ദിലീപേട്ടനെ പ്രതിയാക്കിയില്ല, ദിലീപിനെ പ്രതിയാക്കിയില്ല. അതുകൊണ്ട് ഒരു സമാധാനമില്ല, ആർക്കും ഒരു ഇതില്ല. മൊത്തത്തിൽ ഇപ്പം കള്ളൻ ദിലീപായിരിക്കണം, അല്ലെങ്കിൽ ഈ ചെയ്യിപ്പിച്ചത് ദിലീപ് തന്നെ വരുത്തി തീർക്കണം. ദിലീപാണ് ഇത് ചെയ്തതെന്ന് അവർക്കൊരു സമാധാനം വേണം. അല്ലെങ്കിൽ ദിലീപിനെ കൊണ്ട് തന്നെ ഇത് ഏൽപ്പിക്കണം, ദിലീപ് തന്നെയാണ് ഇത് ചെയ്തതെന്ന് ദിലീപ് ഏൽക്കണം എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പോലെയാണ് ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്നത്. അതായത് നിങ്ങൾ ഹിന്ദി നടൻ സഞ്ജയ് ദത്തിന്റെ കാര്യം അറിയാം. പുള്ളിക്ക് ഇല്ലാത്ത പൈസ ഒന്നും പിന്നെ ഇല്ല, ഒരുപാട് കാശുള്ള ആളാണ്. പുള്ളി ഇതുപോലൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസും കാര്യങ്ങളൊക്കെ ആയപ്പം പുള്ളിക്ക് എത്ര പെട്ടെന്ന് ഊരി ഇറങ്ങായിരുന്നു കാശ് കൊടുത്തിട്ടാണെങ്കിൽ. എന്നിട്ടും പുള്ളി എത്ര വർഷം അവർ ജയിലിലിട്ട്. അപ്പോൾ കാശ് കൊണ്ട് വിലയ്ക്ക് വാങ്ങി, കാശ് കൊണ്ട്, അതായത് കുറച്ച് പേര് ഇടയിൽ വന്നിട്ട് ഇംഗ്ലീഷിൽ മണി ബൈസ് ലോ, മണി ബൈസ് ജസ്റ്റിസ്, മണി ബൈസ് കോർട്ട്, മണി ബൈസ് അത് ഇത്, പൈസ എല്ലാം വാങ്ങിച്ചു എന്ന്. അങ്ങനെയാണെങ്കിൽ എത്ര പേര് എപ്പോഴേ രക്ഷപ്പെട്ടു പോകണം, പൈസ മാത്രമായിരുന്നെങ്കിൽ. എത്ര പേരെ ജയിലിൽ കിടക്കാതിരിക്കണം. എല്ലാവരും തെളിവ് എവിഡൻസ് ഇല്ലാത്ത പക്ഷം വെറുതെ വിട്ടു എന്നാണ്. അത് എവിഡൻസ് ഇല്ലെങ്കിൽ, അതായത് അവർ പറയുന്നതാണ് കുറ്റക്കാരനാണ് തെളിയിക്കാൻ വേണ്ടി ഒരു എവിഡൻസും ഇല്ല, പിന്നെ എങ്ങനെയാണ് കുറ്റം തെളിയിക്കുക? അല്ലെങ്കിൽ ഒരാൾക്ക് ഇങ്ങനെ ഒരു ആർഗ്യുമെന്റ്, അല്ലെങ്കിൽ ഒരു എഗെയിൻസ്റ്റ് അക്യൂസേഷൻ ഉള്ള ഒരാൾക്ക് കുറ്റം ചെയ്തെന്നേ കോടതിയിലേക്ക് ലോയേഴ്സിനോ അല്ലെങ്കിൽ തെളിവുകൾക്കോ പറ്റുന്നില്ല, ഇയാളാണ് കുറ്റക്കാരൻ. പിന്നെ എങ്ങനെയാണ് ഒരാളെ പിടിച്ചിടാൻ പറ്റും? എല്ലാവരും കൂട്ടി പറഞ്ഞ ഇവൻ തന്നെയാണ് കള്ളൻ. അപ്പോൾ പിന്നെ അങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ എല്ലാവരെയും പിടിച്ച് ജയിലിൽ കയറ്റിയിടും. പിന്നെ എന്തിനാണ് കോടതി ഇരിക്കുന്നത്? പിന്നെ കോടതിയുടെ ആവശ്യമില്ലല്ലോ. എന്നാ ഒരു മെജോറിറ്റി ആൾക്കാർ പറയുന്നു ഇവനെ കള്ളനാക്കിയത്, അപ്പോൾ ഇവനെ പിടിച്ചിട്ട് ഞാനെ പിടിച്ചിട്ടാ പോതെ. പിന്നെ എന്തിനാണ് ഈ ലോയേഴ്സ്, തെളിവുകൾ, ഈ വാദങ്ങൾ, ഇതിൻ്റെ ഒന്നും ആവശ്യങ്ങളൊന്നുമില്ല. അപ്പം കഴിഞ്ഞു, പുള്ളി ഇറങ്ങിയിട്ടുണ്ട്, ജാമ്യം കിട്ടി,
വെളിയിൽ വന്നിട്ടുണ്ട്, വെറുതെ വിട്ട് ഇനി കേസുമായിട്ട് പുള്ളിക്ക് ഒരു ബന്ധമില്ല. കാരണം ആ കേസുമായിട്ട് മാറിപ്പോയി. കാരണം കുറ്റാരോപിതര് അല്ലെങ്കിൽ പ്രതികൾ ആരെന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. കോടതി തന്നെ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിട്ടും ഈ കേട്ടവർക്കൊന്നും ഒരു സമാധാനമില്ല. അതിലെന്തിന് ദിലീപിന്റെ പേര് വരാത്ത? ദിലീപിനെയും കൂടെ ചേർക്കണമായിരുന്നു. ദിലീപ് അല്ലേ ആദ്യ പ്രതി എന്നുള്ളതാണ്. അപ്പം അതിജീവിതയ്ക്കൊപ്പം ദിലീപിനെയും കൂടെ കൂട്ടിൽ ജയിലിൽ കിട്ടണമെന്നാണ് ഇവരെല്ലാം പറയുന്നത്. അതായത് ആ പ്രതികൾക്ക് ശിക്ഷ കിട്ടി, അത് മാത്രമല്ല ദിലീപിന് കിട്ടിയില്ല എന്നുള്ളതാണ് ഇവരുടെ ആകെ കൺസേൺ ആയിട്ട് ഇതിൽ വരുന്നത്. അതായത് പ്രതിക്ക് കിട്ടി, അത് മെയിൻ പ്രതി ദിലീപാണ്, ദിലീപിന് എന്നെ കിട്ടണമായിരുന്നു. ആ ഒരു 6 പ്രതികൾക്ക് ഇപ്പം എന്താ പറയുക, ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ശിക്ഷ കിട്ടി. അതൊന്നും ആരും ഇവിടെ സംസാരിക്കുന്നില്ല. ഇത് നീതി കിട്ടിയില്ലാത്ത പോലെയാണ് പറയുന്നത്. നീതി കിട്ടിയോണ്ടാണ് ആ 6 പേർക്കും എന്താ പറയാ ഇത് കിട്ടിയത്. അത് അവർക്ക് ശിക്ഷ കിട്ടിയത് ആദ്യ 6 പ്രതികൾക്ക്. ഇപ്പോഴും പിന്നെ അവിടെ എവിടെയും അതിജീവിതയും പിന്നെ അറിയാമല്ലോ, എല്ലാത്തിനും ഒരു പോസിറ്റീവ് സൈഡ് നെഗറ്റീവ് സൈഡും ഉണ്ടാവും, ഒരു 2 ഒപ്പീനിയനും ഉണ്ടാവും. ഇപ്പം കോയിൻ ഇടുമ്പോൾ ഹെഡ് മാത്രം തന്നെ എപ്പോഴും വീഴില്ല, ടൈൽസും വീഴും. അതുപോലെ തന്നെയാണ് എല്ലാത്തിനും ഓരോ ഒപ്പീനിയൻ ഓരോ ആൾക്കാർക്ക്. ഇപ്പം കുറച്ച് ആൾക്കാർക്ക് ദിലീപിന് സൈഡായിരിക്കും, കുറച്ച് ആൾക്കാർക്ക് അതിജീവിതയ്ക്ക് സൈഡായിരിക്കും. അപ്പോൾ ഇതങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞ് എല്ലാം ആരെങ്കിലും ഏൽപ്പിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ എല്ലാം ഉൾക്കൊള്ളാൻ ആർക്കും കൊണ്ടും പറ്റൂല. കാരണം തെളിവാണ് എല്ലാം. ഇപ്പം ഞാൻ വന്നിട്ട് എന്തെങ്കിലും ഒരാളോട് ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ എൻ്റെ കോടതി എന്താണ് ചോദിക്കുക, അല്ലെങ്കിൽ പോലീസ് എന്താണ് ചോദിക്കുക, അതിനുള്ള തെളിവ്. അപ്പൊ തെളിവ് കൊടുക്കാത്ത പക്ഷെ ഞാൻ പറയുന്ന കള്ളമെന്ന് അവർ പറയും. അഥവാ തന്നെ കള്ളമല്ലെന്നെങ്കിലും എനിക്ക് എങ്ങനെ അത് പ്രൂവ് ചെയ്യാൻ പറ്റും? അതിപ്പോ ഞാൻ എങ്ങനെ പറഞ്ഞു തരും എന്ന് ഞാൻ അവിടെ അടുത്ത് കഥ എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പം ഇപ്പോഴും നിങ്ങൾ എല്ലാവർക്കും ദിലീപിനെ പൂട്ടിയില്ല എന്നുള്ളതാണ്. ഈ പുള്ളി ഇറങ്ങിയിട്ടുണ്ട്, പുള്ളിയുടെ ആ കാര്യവും കഴിഞ്ഞിട്ടുണ്ട്, അതായത് കേസ് കാര്യം കഴിഞ്ഞിട്ടുണ്ട്. ഇനി പുള്ളിക്ക് അതുമായിട്ട് ബന്ധമില്ല. പുള്ളി കാരണം ഇപ്പോഴാണ് പുള്ളി ഒരു സമാധാനമായിട്ട് സംസാരിച്ചൊക്കെ തുടങ്ങുന്നത്. ഇനി വീണ്ടും സിനിമകളൊക്കെ സജീവമാകുമെന്ന് ഉറപ്പാണ്. അതുപോലെ ഇന്ന് തന്നെ ദിലീപേട്ടൻ്റെ ഭബ്ബയുടെ ട്രെയിലർ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ട്രെയിലറിൽ ദിലീപേട്ടൻ്റെ ഒരു വക കത്തിക്കലുണ്ടാവും. കൂടെ എനിക്ക് തോന്നുന്നു ലാലേട്ടൻ്റെ ആ ഒരു ഷോർട്സും കാര്യങ്ങളും ഉണ്ടെന്നാണ് റിപ്പോർട്ട്. കണ്ടപാടെ പടം കൊളുത്താനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. കാരണം 2 പേരും കൂടെ ഒരുമിച്ചുള്ളൊരു സ്ക്രീൻ പ്രസൻസും വരുവാണെങ്കിൽ അതും ഈ സമയം കൂടെ ആകുമ്പോൾ തീ കത്തൽ ഉറപ്പാണ്. അപ്പം ഈ കേസും കാര്യങ്ങളിലും ഈ തെളിവെടുപ്പിലും വരുമ്പം കോടതിക്ക് മുമ്പാകെ തെളിവുണ്ടെങ്കിൽ അത് ഏത് മറ്റവനായാലും കോടതി ശിക്ഷ കൊടുക്കും. തെളിവില്ലാത്ത പക്ഷം ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് ഇന്നുമല്ല അന്നുമല്ല എന്നും അങ്ങനെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കോടതിയിൽ. കാരണം കോടതി പറയുന്നതാണ് അവസാന ന്യായം. ഇപ്പം കുറച്ച് ആൾക്കാരൊരു മനുഷ്യനായതുകൊണ്ട് മനസാക്ഷിയുടെ ന്യായമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോ കേസിലും ഓരോ ന്യായങ്ങളാണ്. എല്ലാവരും ഒരു കേസ് വിധി വരുമ്പം ഈ 100% ആൾക്കാർ ആ വിധിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കൂല, അല്ലെങ്കിൽ 100% ആൾക്കാർ ആ വിധിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കൂല. പലർക്കും പല ഒപ്പീനിയൻ ഉണ്ട്. അവനല്ലേ കള്ളനെ അവനെ പിടിച്ചിടാ, അല്ലെങ്കിൽ അവളല്ലേ കള്ളി, അല്ലെങ്കിൽ അവളെ പിടിച്ചിടാത്ത, അല്ലെങ്കിൽ ഇവനല്ലേ അതിജീവിതം, അല്ലെങ്കിൽ ഇവനല്ലേ ഏരാൻ, അല്ലെങ്കിൽ ഇവനല്ലേ കുറ്റം ചെയ്ത്, അല്ലെങ്കിൽ ഇവനല്ലേ പ്രതി, അല്ലെങ്കിൽ ഇവനല്ലേ ശിക്ഷ, അല്ലെങ്കിൽ ഇവനല്ലേ, അങ്ങനെയൊക്കെ പല ടോക്കും പല ഒപ്പീനിയൻസും പല സൈഡ് ഫേവേഴ്സും ഉണ്ടായിരിക്കും എല്ലാ കേസിലും. കുറച്ച് പേര് ഇപ്പൊ കണ്ടില്ല അതിജീവിതയ്ക്കൊപ്പം, കുറച്ച് പേര് ദിലീപിനൊപ്പം. അപ്പോൾ എന്ന് പറഞ്ഞു എല്ലാവരും അങ്ങനെ തെറ്റ് ചെയ്യുന്നു എന്നാണോ? ഇല്ല. അപ്പോൾ തെളിവ് വന്നിട്ടില്ല എന്നുള്ളത്തോളം നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത് ഈ കാര്യത്തിൽ മാത്രമല്ല, ഏത് കേസിലായാലും. ഇപ്പം നിങ്ങൾ പറയും അപ്പോൾ തെളിവില്ലാത്തപ്പോൾ നിനക്കറിയാമല്ല, അപ്പോൾ ദിലീപാണ് ചെയ്തല്ലേ. ദിലീപാണ് ചെയ്തത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അത് എനിക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ നിങ്ങൾക്ക് ദിലീപാണ് ഉറപ്പായിട്ടും ചെയ്തതെന്ന് നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത്? അപ്പം അതിനും തെളിവ് വേണ്ടേ? ഞാൻ കാണാത്ത ഒരു കാര്യം ഇപ്പം നിങ്ങൾ പറയും നീ കാണാത്ത കാര്യമായതുകൊണ്ട് അപ്പം അതിജീവിതയ്ക്ക് ദിലീപ് അല്ല ഇങ്ങനെ ചെയ്തെന്ന് നിനക്ക് എങ്ങനെയാണ് പറയാം? അതാണ്, ഞാൻ കാണാത്ത കാര്യമാണ്. അപ്പം ഞാൻ കാണാത്ത കാര്യം എങ്ങനെയാണ്? ഞാൻ രണ്ടും കണ്ടിട്ടില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വരുന്നിടത്തോളം തെളിവാണ് മസ്റ്റ്. തെളിവില്ലാത്തിടത്തോളം എന്താണ് ചെയ്യുക? ഇപ്പം ഞാൻ ഒരാളെ ഇടിച്ചെന്ന് വെച്ചു, അയാൾ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ എന്നെ ഒരാൾ ഇടിച്ചു വന്നു. എങ്ങനെ ഇടിച്ചു? ഇവിടെ കാണിച്ചു കൊടുക്കുമോ? അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് കാശ് മോഷ്ടിച്ചു പോയി, എങ്ങനെ തെളിവ് കാണിച്ചു കൊടുക്കും? അപ്പം തെളിവ് എന്നാണ്, അത് മസ്റ്റാണ്. അതായത് ഇപ്പം ചെറിയ കേസായാലും വലിയ കേസായാലും, അതിപ്പോൾ ബിഗ് സ്റ്റാർസ് ആയാലും പുവർ പീപ്പിൾസ് ആയാലും, കേസിൽ തെളിവ് തന്നെയാണ്. എവിഡൻസ് ഈസ് ദ മാൻഡേറ്ററി പ്രൂഫ്. എവിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ ഈ എന്താ പറയുക, എന്തെങ്കിലും കാര്യങ്ങൾ വീട്ടിൽ പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം വരുമ്പം നമ്മളെല്ലാവരും ഇങ്ങനെ തൂക്കുന്നത് എങ്ങനെയാണ്?
അത് തെളിവ് കാണിച്ചു തരട്ടെ. തെളിവ് കാണിച്ചു കൊടുക്കുമ്പോൾ ഇത് കണ്ട, അല്ലെങ്കിൽ ഈ കാര്യം കണ്ട, ഇങ്ങനെ തെളിവ് കാണിച്ചു കൊടുക്കുമ്പോഴാണ് കാര്യങ്ങളൊക്കെ എല്ലാം സുഖമായിട്ട് തീരുന്നത്, പിടിക്കപ്പെടുന്നത്. തെളിവില്ലാത്തിടത്തോളം അപ്പോൾ നിങ്ങളൊരു തെളിവില്ലാത്ത, അപ്പോൾ തെളിവ് നശിപ്പിച്ചാണെന്നാണ് നിങ്ങൾ എന്തോന്നാണ് പറയുന്നത്? തെളിവ് കാര്യങ്ങൾ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ തെളിവ് വരണ്ടേ? തെളിവില്ലാത്ത പക്ഷെ എങ്ങനെയാണ് പറയുന്നത്? അപ്പം എല്ലാത്തിലും എവിഡൻസ് തെളിവാണ്. തെളിവില്ലാത്തിടത്തോളം ഒരു കേസും ഇവിടെ നീതി കറക്റ്റായിട്ട് വരില്ല, നീതി നടപ്പാക്കാനും കഴിയില്ല. ഇപ്പം തെളിവൊന്നും കിട്ടിയില്ല കോടതിക്ക്, പക്ഷെ എല്ലാവരും പറയുന്നത് ദിലീപാണ് ചെയ്തതെന്ന്, അല്ലെങ്കിൽ ഒരു 50% ആൾക്കാർ ദിലീപാണ് ചെയ്തത് എന്ന് പറഞ്ഞ് കോടതിക്ക് അത് ചെയ്യാൻ പറ്റുമോ? കോടതിക്ക് അത് ശരിയാണല്ലോ, തെളിവൊന്നുമില്ല, പക്ഷെ പുറത്തുള്ളവർ പറയണത് ഈ 50% ആൾക്കാർ ഇത് കണ്ടെന്നാണ്. അപ്പം അതാണ് പറയുന്നത്, തെളിവ് ഇല്ലാത്തിടത്തോളം ഒരു കേസും നിലനിൽക്കില്ല, ഒരു കേസിൽ ആർക്കും ശിക്ഷ വിധിക്കാനും പറ്റില്ല. പക്ഷെ എന്നിട്ട് അതിജീവിതയ്ക്കൊപ്പം എന്നുള്ള വരുന്ന അതിജീവിതയ്ക്ക് ഒപ്പം ഉള്ളതിൽ ശിക്ഷ കൊടുത്തിട്ടുണ്ട്. ആദ്യം 6 പേർക്ക് ശിക്ഷ കൊടുത്തിട്ടുണ്ട്. ദിലീപിന് കിട്ടിയില്ല എന്നുള്ളതാണ് ഇവിടുത്തെ കൺസേൺ. ഇവിടുത്തെ ആശങ്ക എന്ന് പറയുന്നത് ദിലീപിന് കിട്ടിയിട്ടില്ല ശിക്ഷ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ദിലീപിന് എന്ത് കൊടുക്കാത്ത, ദിലീപിന് എന്ത് കിട്ടാത്ത. അപ്പം ഞാൻ ഈ 2 ദിവസം മുന്നേ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ കമൻസിന് നേരെ പൂരാ തെറിയും ചീത്തവിളിയും പല എന്താ പറയുക അഭിപ്രായങ്ങളും പല രീതിയിലുള്ള ചീത്ത വാക്കുകളെല്ലാം പറഞ്ഞു. ഒരാവശ്യവുമില്ല. അവര് ഈ ചീത്ത നിങ്ങൾ ദേഷ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞിട്ടോ വല്ല കാര്യമുണ്ടോ നിങ്ങൾക്ക് തോന്നണം? കാരണം ഞാൻ പറഞ്ഞത് നടന്ന കാര്യമാണ്, അല്ലെങ്കിൽ കോടതി വിധിച്ച കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. കോടതി വിധിച്ചത്, കോടതി പറയുന്നു കുറ്റം ചെയ്ത എന്നത് കുറ്റം ആരോപിക്കപ്പെട്ട അല്ലെങ്കിൽ ഈ തെളിവുകളില്ലാത്ത ഒരവസ്ഥയിൽ എങ്ങനെയാണ് ഒരാളെ കുറ്റവിമുക്തനാക്കാതെ അല്ലെങ്കിൽ ജയിലിൽ കൊണ്ടിടുക അല്ലെങ്കിൽ ശിക്ഷ കൊടുക്കാതെ എങ്ങനെ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, കുറ്റം ചെയ്യാതെ അല്ലെങ്കിൽ ഒരു തെളിവില്ലാതെ നിങ്ങളെങ്ങനെ? അപ്പോൾ അതൊന്നും നടക്കാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇപ്പോഴും ഞാൻ എല്ലാവരും പറയുന്നുണ്ട്, നീ പിന്നെ ദിലീപിന്റെ ദിലീപിന്റെ കൂടെ നടന്ന ആളല്ലേ, അതുകൊണ്ടാണ് നീ ദിലീപിന്റെ സപ്പോർട്ടൊക്കെ എങ്ങനെയൊക്കെ. ഞാൻ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്, അല്ലെങ്കിൽ കോടതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. കോടതി പറഞ്ഞത് എന്താണ്? തെളിവില്ലാത്തിടത്തോളം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതിപ്പോ ദിലീപിന്റെ കേസ് മാത്രമല്ല, സഞ്ജയ് ദത്തിന്റെ കേസില്ല, ഏത് മഹാന്മാരുടെ ഏത് കൊമ്പന്മാരുടെ കേസായാലും തെളിവില്ലെങ്കിൽ കോടതി എന്തോന്നീ? തെളിവില്ലാത്തിടത്തോളം കോടതിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. തെളിവ് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കോടതി അത് ചെയ്യാതിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കോടതി ആർക്കും പക്ഷം പിടിക്കൊന്നുമില്ല. കോടതി കറക്റ്റായിട്ട് പറയും, ഇയാൾ തെറ്റുകാരനാണ്, അല്ലെ ഇയാൾ തെറ്റുകാരിയാണ്, അങ്ങനെയൊക്കെ. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ ഇത് ഒരു പോർട്രേറ്റ് ചെയ്ത് കറക്റ്റായിട്ട്. അപ്പോൾ ഇപ്പോഴും ഞാൻ പറയുന്നില്ലേ, 6 പേർക്ക് ശിക്ഷ കിട്ടിയത് ഇവിടെ ആരും സംസാരിക്കുന്നില്ല. അതിജീവിതയ്ക്ക് കാര്യം ഇങ്ങനത്തെ ഒരു പ്രശ്നം സംഭവിച്ചതിൻ്റെ ഒരു ഇതിൽ 6 പേർക്ക് ശിക്ഷ കൊടുത്ത് 6 പേരുടെ കാര്യങ്ങൾ ഇവിടെ സംസാരമില്ല, ഒന്നുമില്ല. പക്ഷെ 7ാമത്തെ ആള് 8ാമത്തെ ആള് ദിലീപിന് എന്തുകൊണ്ട് കിട്ടിയില്ല, ദിലീപിന് എന്തുകൊണ്ട് ജാമ്യം കൊടുത്തു എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ തന്നെ ഇതിന്റെ അഭിപ്രായം പറ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇതിൽ ആരുടെ പക്ഷത്താണ് ന്യായം എന്ന് തോന്നുന്നത്? കോടതി ചെയ്തത് ശരിയാണോ എന്നാണോ നിങ്ങൾ തോന്നുന്നത്? ആ ദിലീപ് ഏട്ടൻ തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട്? ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ബോക്സിലേക്ക് തന്നേക്ക്, ധൈര്യമായിട്ട് തന്നേക്ക്. ഞാൻ അതിനുള്ള മറുപടിയും തരാം. നിങ്ങൾ വരൂ, കറക്റ്റായിട്ട് പറയൂ, ഞാൻ അതിനുള്ള മറുപടിയും തരാം, തീർച്ചയായിട്ടും തരാം. അപ്പൊ ഇനിയും ഇതുപോലെ ദിലീപിന്റെ വീഡിയോയും കൊണ്ട് വരും. കാരണം ഇതിൽ പറയുന്ന ന്യായമാണ്, അത് കോടതി പറയുന്നത് കോടതിയുടെ ന്യായമാണ്. കോടതി പറയുന്നു തെളിവില്ലാത്തിടത്തോളം വിടില്ല, വെറുതെ വിട്ടയക്കും. അത് വിട്ടയച്ചു, അത്ര തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിലൂടെ ദിലീപിനെ വെറുതെ വിട്ടയിൽ, അല്ലെങ്കിൽ അതിജീവിതയ്ക്ക് 6 പേരുടെ ശിക്ഷ, അവർക്ക് ആദ്യം 6 പ്രതികൾക്ക് കുറ്റം കിട്ടിയതിനുള്ള ഇത് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതും കൂടെ ഒന്ന് പറഞ്ഞേക്ക്, അതെനിക്കൊന്ന് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്.